VTS മാളിൽ പഠനോപകരണമേള. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ, കുടകൾ, നോട്ട്ബുക്ക്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, സ്റ്റേഷനറി സാധനങ്ങൾ, യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. VTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. അത്യാഹിത ഘട്ടങ്ങളിൽ നൽകേണ്ട പ്രാഥമിക പരിചരണത്തെക്കുറിച്ച് പരിശീലനം നടത്തിയ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് തൃശൂർ ദയാ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ഉദ്ഘാടനം ചെയ്തു. പരിരക്ഷ എന്ന പേരിലായിരുന്നു പരിശീലന പരിപാടി. എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് തൃശൂർ ദയാ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പരിരക്ഷ എന്ന പേരിൽ അത്യാഹിത ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രാഥമിക പരിചരണങ്ങളെക്കുറിച്ചായിരുന്നു പരിശീലനം. അംഗനവാടി വർക്കർമാർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പാലിയേറ്റീവ് പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടെ 95 പേർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. അബ്ദുൽ ബഷീർ, അൽക്ക എന്നിവർ ക്ലാസ് എടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ PM രാജേഷ്, CDS പ്രസിഡന്റ് ഷീജ സുരേഷ്, ICDS സൂപ്പർവൈസർ സൈഫുനിസ, ആശാ വർക്കർ ബിജി തോമസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റോബിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. വഴിയെ വന്ന ഒരു കാറിന് അതിന് ചേർന്ന് വന്ന് നിർത്തി. അതിൻ്റെ ലേഡി ഡോക്ടറാണെന്നറിയില്ല. അവർ വേഗം വന്ന് അവിടെ ആ ഷോക്കേറ്റ ആളുകൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അത് നമ്മളിങ്ങനെ കാണുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് ആ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടി. ഇത് ആരുടെ മുമ്പിലാണ് എപ്പോഴാണ് സംഭവിക്കാൻ നമുക്കറിയില്ല. ഒരുപക്ഷെ നമുക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ അന്താളിച്ചു നിൽക്കാതെ ആ സമയോചിതമായി അവിടെ ചെയ്യാനുള്ള എന്താണോ പ്രവൃത്തി എന്ന് പഠിപ്പിക്കുന്ന പരിശീലനം. ഇവിടെ വന്നിട്ടുള്ളവർ ആശാ വർക്കർമാരാണ്, അംഗൻവാടി വർക്കർമാരാണ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ. നമ്മുടെ നാട്ടിൽ, സമൂഹത്തിൽ ഒരു അത്യാപത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം വിവരം കിട്ടുന്നത് ഈ വിഭാഗത്തിലെ ആളുകൾക്കാണ്. ആശാ വർക്കർമാർക്കാണ്, അംഗൻവാടി വർക്കർമാർക്കാണ്, അതുപോലെയുള്ള ഗ്രാസ് റൂട്ട് തലത്തിൽ ആരോഗ്യപരമായ സേവനം ചെയ്യുന്ന ആളുകൾ. ന്യൂസ് ബ്യൂറോ, മലാറ്റൂർ.